പണത്തിൽ കൈയിട്ട് വാരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഇതേപോലൊരു സംഗമം നടത്തുകയാണ്. ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് പിടിച്ച് വോട്ട് പിടിക്കാനുള്ള പുതിയ സ്ട്രാറ്റജിയാണ്. അന്ന് അയ്യപ്പനോടും വിശ്വാസികളോടും കാണിച്ച നെറികേട്, ആ നെറികേടിന്റെ ഒരു പ്രായച്ചിത്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓണപരിപാടി നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഏകദേശം 4000 കോടി രൂപയാണ് അയ്യപ്പന്റെ പേരിൽ പുതിയ സ്ട്രാറ്റജിയൊക്കെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കോടികളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുന്ന രീതിയിലേക്ക് ശബരിമല അയ്യപ്പ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ ലോകോത്തര അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങി പിണറായി സർക്കാർ. പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരൊരു നിരീശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഇലക്ഷൻ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് പിടിച്ച് വോട്ട് പിടിക്കാനുള്ള പുതിയ സ്ട്രാറ്റജിയാണ്. ഇത് ഒരു സ്ട്രാറ്റജിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം കിട്ടിയ സർക്കാർ പിണറായി സർക്കാർ തന്നെയാണ്. അതും ശബരിമല ശാസ്താവിന്റെ പേരിൽ തന്നെയാണ്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രക്ഷോഭം കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് അത് പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. ഒരു വിഭാഗം പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ എല്ലാം ഒരു വിഭാഗം പറയുന്നത് അന്ന് അയ്യപ്പനോടും വിശ്വാസികളോടും കാണിച്ച നെറികേട്, ആ നെറികേടിന്റെ ഒരു പ്രായച്ചിത്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. കാരണം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ പേരിലുള്ള കേസുകൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ആരോ പിടിച്ചുലയ്ക്കുന്ന പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഭാഗം പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശബരിമല ക്ഷേത്രം. അപ്പം ദേവസ്വം ബോർഡുമായി കേരളത്തെ സംബന്ധിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ വരുന്നൊരു ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ശബരിമല ക്ഷേത്രം തന്നെയാണ്. കാരണം അത്രത്തോളം ജനങ്ങളാണ് ശബരിമല ശാസ്താവിനെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പം അത്രയേറെ പണമാണ് ദേവസ്വം ബോർഡ് കീഴിലേക്ക് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഈ പണത്തിൽ കൈയിട്ട് വാരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഇതേപോലൊരു സംഗമം നടത്തുകയാണ്. ഇങ്ങനെ സംഗമം നടത്തുമ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ പേരിൽ നിന്നും ലക്ഷങ്ങൾ, ഇപ്പോൾ ഫ്ലെക്സ് വെക്കാൻ വേണമെങ്കിൽ ഒരു ഫ്ലെക്സിന് 5000 10,000 വെച്ച് അവർക്ക് ഈടാക്കാം. കാരണം കഴിഞ്ഞ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ്, 5 രൂപയുടെ മാസ്കിന് 50 രൂപയും 500 രൂപയുടെ കിറ്റിന് 5000 രൂപയൊക്കെ എഴുതി വാങ്ങിച്ച സർക്കാരാണ് പിണറായി സർക്കാർ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലെക്സിന് വേണമെങ്കിൽ 5000 രൂപ വെച്ച് ഒരു 10,000 ഫ്ലെക്സും വേണമെങ്കിൽ അമേരിക്കയിൽ ഒരു ഫ്ലെക്സ് വെച്ചു, കാനഡയിൽ ഒരു ഫ്ലെക്സ് വെച്ചു, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഓരോ ഫ്ലെക്സുകളാകാം, വിവിധ സംസ്ഥാനങ്ങളിൽ ഓരോ ഫ്ലെക്സുകളാകാം. അതെ, അപ്പോൾ ഓരോ രാജ്യത്തും കൊണ്ടുവന്ന് ഓരോ ഫ്ലെക്സ് വെക്കുമ്പോൾ അതിന്റെ പൈസ കൂടുമല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഒരു ഫ്ലെക്സ് കൊണ്ടുപോയി അമേരിക്കയിൽ വെക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിന്റെ ചാർജ്, ട്രാവൽ എക്സ്പെൻസ്, ഇതെല്ലാം കൂടി ചേർത്ത് വലിയൊരു തുകയാവും. അപ്പൊ അങ്ങനെയുള്ള എല്ലാം എഴുതിയെടുക്കുമ്പോഴത്തേക്കും ആ ഒരു പൈസയിൽ കൈയിട്ട് വാരി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം. കാരണം ഖജനാവ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഖജനാവ് കാലിയാണ്. ഇനി അടുത്ത ഓണപരിപാടി നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഏകദേശം 4000 കോടി രൂപയാണ് സർക്കാർ എഴുതി വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം സർക്കാരിൻ്റെ ഈ കാശില്ലാത്തൊരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പേരിൽ ഒരു പരിപാടി നടത്തുക. അതും അയ്യപ്പന്റെ പേരിൽ നടത്തുമ്പോൾ ഒരുപാട് പേര് സഹായിക്കും. അത് മാത്രമല്ല, അയ്യപ്പന്റെ പേരിൽ പുതിയ സ്ട്രാറ്റജിയൊക്കെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ശബരിമലയിൽ, അതായത് ഈ സംഘവുമായി ബന്ധപ്പെട്ട് പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഗ്രേഡ് തിരിച്ചാണ്, ഏകദേശം 8 ഗ്രേഡാണുള്ളത്. ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ്, അങ്ങനെ തുടങ്ങി കുറച്ച് കാറ്റഗറികളുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഒറ്റയടിക്ക് നേരെ ചെന്ന് അയ്യപ്പനെ തൊഴുതിട്ട് പോകാം. അത് ആ ഒരു കാറ്റഗറിയിലേക്ക് വരണമെങ്കിൽ സംഭാവനയായിട്ട് കോടികൾ കൊടുക്കണം. അപ്പം കോടികളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുന്ന രീതിയിലേക്ക് ശബരിമല അയ്യപ്പ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ ഒരു സംശയം ചോദിക്കട്ടെ, BJP ആണ് കൂടുതലും ഈ ഒരു ഹിന്ദുമതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കിംവദന്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം BJPക്കെതിരെ വരുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു ബാക്കിൽ നിന്നൊരു സപ്പോർട്ട്, അതാണോ ഇപ്പോൾ CPMന്റെ പുതിയ നീക്കം? BJP പണ്ട് തൊട്ടേ, കാരണം BJPയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ മതത്തെ സംരക്ഷിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ പൈതൃകം സംരക്ഷിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് നമ്മുടെ പൈതൃകം സംരക്ഷിക്കാൻ വേണ്ടി ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ് പണ്ട് കാലം തൊട്ടേ BJP വോട്ട് ചോദിക്കുന്നത്. പക്ഷേ CPM അങ്ങനെ ആയിരുന്നില്ല. CPM ഞങ്ങൾ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ഞങ്ങളാണ്, ഞങ്ങൾക്കപ്പുറത്തേക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒന്നും വേറൊരു പാർട്ടിക്കുമില്ല, ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ പാർട്ടി എന്നായിരുന്നു CPMന്റെ ഒരു വെപ്പ്. പക്ഷേ
ചില തിരിച്ചടികൾ കൊണ്ടൊക്കെ ആയിരിക്കാം CPM ഇപ്പോൾ ഒരു ദൈവവിശ്വാസ മാർഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. CPM-ലുള്ള എല്ലാവരും ദൈവവിശ്വാസികളായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് MV ഗോവിന്ദൻ ഒരു ജോത്സ്യനെ പോയി സന്ദർശിച്ചതിന്റെ ഒരു വീഡിയോയും അതുപോലെയുള്ള കുറെ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കുറെ ദിവസങ്ങളിൽ MV ഗോവിന്ദൻ എയറിലായിരുന്നു ആ സമയത്ത് പറഞ്ഞത് MV ഗോവിന്ദൻ ജോത്സ്യനെ കാണാൻ പോയത് അദ്ദേഹമായിട്ട് സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വിശ്വാസത്തിന്റെ പുറത്തല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നൊരു ന്യായീകരണമൊക്കെ വന്നിരുന്നു. ഇനിയിപ്പോ പരസ്യമായിട്ട് ശബരിമലയിൽ ഈ ഒരു അയ്യപ്പ ഭക്തന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള CPM-ന്റെ പുതിയ നീക്കത്തിൽ ഇനി ഇവർ എന്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നൽകാൻ പോകുന്നത്? ഒന്ന് അവർ പറയും, ഞങ്ങൾ ഇത്രയും വർഷം ശബരിമല അയ്യപ്പന്റെ ഇതിലേക്ക് സ്ത്രീകളെ പ്രവേശിച്ചായിരുന്നു ഏറ്റവും വലിയ കുറ്റം, ഇന്ന് അയ്യപ്പനെ ചേർത്ത് പിടിക്കുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ കുറ്റം എന്ന് അവർ വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. അങ്ങനെയാണല്ലോ അവരുടെ താത്വികമായിട്ടുള്ള അവലോകനങ്ങൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കടുകട്ടി വാക്കുകളായിരിക്കും. അപ്പം MV ഗോവിന്ദ മാഷിനോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത്രത്തോളം കടുകട്ടി വാക്കുകളിൽ അദ്ദേഹം ഇക്കാര്യം കൃത്യമായി പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കും. ഇനി സർക്കാർ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങളായിട്ട് ഇവർ നിരീശ്വരവാദികളാണല്ലോ. അപ്പം ഇവരുടെ പാർട്ടിക്ക് കൂടുതൽ തട്ടും മുട്ടും ക്ഷീണവും ഒക്കെ കൂടി വരുമ്പോൾ, അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളെ എങ്ങനെയാണോ ഈ പാർട്ടി നശിച്ചു പോയത് അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിശ്വാസമൊക്കെ ആകാം എന്നൊരു പുതിയ സ്ട്രാറ്റജിയാണ് CPM ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്രത്തോളം തട്ടും മുട്ടും തട്ടുകേടും വരുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമല്ലോ. അപ്പോൾ അവർക്ക് ഏകരക്ഷ എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ അവസാനം അയ്യപ്പവാദത്തിൽ തന്നെ ചേർന്നിട്ടുള്ളത്.